വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മോർണിംഗ് ഗ്ലോറിയിലൂടെ എല്ലാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ പുതിയ കാര്യങ്ങളെല്ലാം കർത്താവിൽ നിന്ന് കേൾക്കുകയാണ്. ഓരോ ദിവസവും നോട്ട്സ് എഴുതുന്ന വ്യക്തികളുണ്ട്. ഇതുപോലെ നിങ്ങളുടെ കയ്യിലും ഒരു ഇയർ ഓഫ് സൂപ്പർ നാച്ചുറലിൻ്റെ ഡയറി ലഭിച്ച വ്യക്തികളുണ്ട്. ഇതിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് നോട്ട്സ് എഴുതാനുള്ള പേജസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രാക്ടീസാക്കി തീർക്കാം. വചനം കേൾക്കുമ്പോൾ അത് എഴുതിയെടുക്കുക. കഴിഞ്ഞ ദിവസം സയൻസ് പ്രകാരം ഉള്ളൊരു കാര്യം ഞാൻ വായിച്ചു. നമ്മൾ എഴുതിയെടുക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതിൻ്റെ 40% നമ്മൾ കൂടുതലായിട്ട് നമ്മളതിനെ ഗ്രഹിക്കുവാൻ തുടങ്ങും. സോ റൈറ്റിംഗ് ഇസ് എ വെരി ഗുഡ് ഹാബിറ്റ്. വചനം എഴുതിയിരിക്കുന്നത് സ്പെഷ്യലി നല്ലൊരു ഹാബിറ്റാണ്. സോ അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുക്കുക. നിങ്ങൾക്ക് ഡിജിറ്റലി എഴുതാം, നോട്ട്ബുക്കുകളിൽ എഴുതാം. വചനം അകത്തേക്ക് പ്രവേശിക്കട്ടെ. ആമേൻ. നമുക്കൊരുമിച്ച് ഇന്നത്തെ ഒരു കോ സ്പോൺസറുണ്ട്. പിറവം എന്ന സ്ഥലത്തിൽ നിന്ന് വത്സല സിസ്റ്ററാണ്. നമുക്കൊരുമിച്ച് സിസ്റ്ററെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ സ്പോൺസർ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഈ കുടുംബത്തിൽ വരട്ടെ. ലഭിക്കാനുള്ള പണം തിരികെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വലിയ വഴികൾ ഈ കുടുംബത്തിന് വേണ്ടി തുറക്കട്ടെ. കടഭാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, വത്സല സിസ്റ്ററിന് ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാമ്പത്തികമായി വലിയൊരു വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ആരാധനയ്ക്ക് പോകാനുള്ള വാഹനം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സിസ്റ്ററെ അനുഗ്രഹിക്കുന്നു. ഈ കുടുംബത്തിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാകട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വത്സല സിസ്റ്ററെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട്. കർത്താവ് വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിലും ഇതിലൂടെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. പാസ്റ്റർ ഡാമി നമ്മളോട് സംസാരിക്കാൻ റെഡിയായിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കേൾക്കാം. വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ പേജിലേക്ക് കടക്കുക. ഡിവോഷണൽ ഡയറി കയ്യിലെടുക്കുക. ജാനുവരി 20th ട്യൂസ്ഡേ. വാവ്. ഇന്നത്തെ ഫോക്കസ് വേർഡ് നോക്കൂ. യൂണിറ്റി, ഐക്യത, ഒത്തൊരുമ. വാവ് വാവ് വാവ്. ഏറ്റവും ആവശ്യമുള്ള സാധനമാണ്. കുടുംബങ്ങളിൽ, സഭകളിൽ, ഏതെങ്കിലും ഓഫീസിൽ, എവിടെ എടുത്താലും, ഈവൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും എവിടെ ആവശ്യമുള്ള ഒന്നാണ് ഐക്യത. ആൻഡ് ദ ഫോക്കസ് വേഴ്സ് ഇസ് Psalm 133 and verse number 1. സങ്കീർത്തനങ്ങൾ 133:1. How good and pleasant it is when God's people live together in unity. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരവുമാകുന്നു. അങ്ങനെയാണ് മലയാളം കാണുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ കൊണ്ട് വെൻ ഗോഡ്സ് പീപ്പിൾ ലിവ് ടുഗെദർ ഇൻ യൂണിറ്റി. ദൈവജനം ഐക്യതയോടുകൂടെ ജീവിക്കുന്നത് കാണുമ്പോൾ അതെത്ര നല്ലതാണ്, എത്ര കാണാൻ ഭംഗിയാണ്. അതിന് ഒരു വ്യൂ ഞാൻ പറയുകയാണ്. ഒരു വ്യൂ ഇത്രയേ ഉള്ളൂ. ഇസ്രായേൽ ജനം എവിടെയെങ്കിലും പാളയമിറങ്ങുമ്പോൾ, എന്ന് വെച്ചാൽ മരുഭൂമി യാത്രയിലൊക്കെ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും പോകുന്ന വഴിയിൽ പാളയമിറങ്ങുമ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ളിടത്ത് ഒരു ടെൻ്റടിച്ച് കിടക്കുകയല്ല. അതിനൊരു നിയമമുണ്ടായിരുന്നു. അവർ ഒരു ഈ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ഇങ്ങനെ ക്രോസ് രീതിയിലാണ്. 3 ഗോത്രങ്ങളിങ്ങനെ, 3 ഗോത്രങ്ങളിങ്ങനെ, 3 ഗോത്രങ്ങളിങ്ങനെ, 3 ഗോത്രങ്ങളിങ്ങനെ. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ബുക്ക് ഓഫ് റെവലേഷൻ പഠിപ്പിച്ച സമയത്ത് അതിൻ്റെ വിഷ്വലൈസേഷനൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ഒരു മലമുകളിൽ നിന്ന് നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് നോക്കുവാണെങ്കിൽ, ബേർഡ്സ് ഐ വ്യൂ എടുക്കുവാണെങ്കിൽ ഒരു ക്രോസ് പോലെയാണ്. ഏറ്റവും നടുക്കായിരിക്കും സമാഗമന കൂടാരം. പിന്നെ 4 ദിശയിലേക്ക് ഒരു ക്രോസ് രീതിയിൽ 3 ഗോത്രങ്ങൾ വീതം. അത് മുകളിൽ നോക്കുമ്പോൾ സൂപ്പർ കാഴ്ചയാണ്. ഭയങ്കര രസമാണ് കാണാൻ. എന്നാൽ ഈ ഗോത്രങ്ങൾ തമ്മിൽ കലവില കൂടിയെന്നിരിക്കട്ടെ. അപ്പോൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി, നീ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, എവിടെയെങ്കിലുമൊക്കെ പോയി ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ വളരെ സ്കാറ്റേഡായി ഒരു ചേരി പോലെ ഒരു ഓർഡറുമില്ലാതെ ആയിരിക്കും അവരുടെ കിടപ്പ്. ഞാൻ പല പ്രാവശ്യം എനിക്കൊന്ന് മോർണിംഗ് ഗ്ലോറിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫ്ലൈറ്റ് എവിടെയെങ്കിലും ലാൻഡ് ചെയ്യുന്ന സമയത്ത് മുകളിൽ നിന്നും ആ സിറ്റിയുടെ
ഈ എയർപോർട്ടിന് ചുറ്റുമുള്ള പ്രദേശത്തിൻ്റെ ഒരു വ്യൂ കിട്ടും. അപ്പോൾ ആ സമയത്തൊരു വികസിത രാജ്യമാണെങ്കിൽ, വളരെ ഡെവലപ്ഡ് കൺട്രി ആണെങ്കിൽ, എല്ലാ റോഡുകളും വളരെ സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ സെമി സർക്കിൾ, ഒരു കേവ് ഉണ്ടെങ്കിൽ തന്നെ അതിന് ഒരു 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 ഭംഗിയുണ്ട്. അതുപോലെ ബ്ലോക്കുകൾ, ഓരോ വീടുകൾ, അപ്പാർട്ട്മെൻറ്റുകൾ, ഹൈറൈസ് ബിൽഡിങ്സ്, അതെല്ലാം ഓർഡറിലായിരിക്കും. അത് ഒരു ഭയങ്കര ഒരു ടൗൺ പ്ലാനിങ്ങിലായിരിക്കും. എന്നാൽ അത് അൺഡെവലപ്ഡ് കൺട്രി ആണെങ്കിൽ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഈ കുറച്ച് മാച്ച് ബോക്സുകൾ, തീപ്പെട്ടിക്കൂടില്ലേ, അത് മുകളിൽ നിന്ന് താഴത്തേക്ക് എറിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ചിതറി കിടക്കുന്ന പോലെ കിടക്കും. ഇതാണ് തമ്മിലുള്ള ഡിഫറൻസ്. ചില സ്ഥലങ്ങളിൽ ആ സിറ്റി ഏരിയയിൽ കുറച്ച് ഓർഡർ കാണും, അത് കഴിഞ്ഞാൽ തീർന്നു. നമ്മുടെ ഇന്ത്യയിലെ പല സിറ്റികളിലും ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും ടോപ്പ്, എന്തൊരു വിമാനത്താവളമൊക്കെ ഇരിക്കുന്ന അതുപോലെ ഹാർട്ട് ഓഫ് ദി സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു സ്ലം കാണും. അതോടെ എല്ലാ ഗ്ലാമറും പോയി. എൻ്റെ ടോപ്പിക് അതൊന്നുമല്ല. ഈ ഇന്നത്തേത് യൂണിറ്റിയാണ്. യൂണിറ്റി ഉണ്ടെങ്കിൽ ഒരു ഓർഡർ ഉണ്ടായിരിക്കും. അത് കാണാൻ ബ്യൂട്ടിഫുള്ളാണ്. വാവ്! ഒരു കുടുംബത്തിനകത്ത് ഭയങ്കരമായ ഐക്യത ഉണ്ടെങ്കിൽ, വാവ്, ദാറ്റ് ഈസ് സോ ലവ്ലി. ഒരു ചർച്ചിനകത്ത് നല്ല യൂണിറ്റി ഉണ്ടെങ്കിൽ, വാഹ്, അവിടെ ആ ശുശ്രൂഷകരും ജനവും എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുന്നത് കാണുന്നത് തന്നെ ഒരു ഭയങ്കര ഐശ്വര്യമാണ്. ഡെക്ലറേഷൻ നോക്കൂ, ആ പേജിൽ തന്നെ നോക്കാം. ഡെക്ലറേഷൻ: ഐ വാക്ക് ഇൻ ലവ് ആൻഡ് യൂണിറ്റി. ഞാൻ സ്നേഹത്തിലും ഐക്യതയിലും നടക്കുന്നു. ദ ഓയിൽ ഓഫ് ദ സ്പിരിറ്റ് ഫ്ലോസ് ഫ്രീലി എമംഗ് ഗോഡ്സ് പീപ്പിൾ. പരിശുദ്ധാത്മാവിൻ്റെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ എണ്ണ ദൈവ ജനങ്ങളിലൂടെ ഒരു തടസ്സവുമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ നോക്കി വായിച്ച് ടിക്ക് ചെയ്യുക. യൂണിറ്റിയെക്കുറിച്ചുള്ള ചില പ്രധാന കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. നമ്പർ 1, നോട്ട്സ് എഴുതണം. അപ്പോൾ തന്നെ എല്ലാവരും ദയവായി നിങ്ങളുടെ ലൈവ് ചാറ്റിലും പ്രത്യേകിച്ച് കമൻറ്റ് സെക്ഷനിലേക്ക് ഇപ്പോൾ തന്നെ പോയി യൂണിറ്റി ടൈപ്പ് ചെയ്യുക. യൂണിറ്റി, 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 ഐക്യത, ഒത്തൊരുമ. നിങ്ങൾക്ക് വഴങ്ങുന്ന വാക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷൻ നിറയ്ക്കുക. സാം 133 വേഴ്സ് നമ്പർ 1 നേരത്തെ വായിച്ചു. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്, അല്ലെങ്കിൽ ദൈവജനം ഒത്തൊരുമിച്ച് ജീവിക്കുന്നത് എത്ര ഭംഗിയുള്ളതും നല്ലതും അതുപോലെ എത്ര കാണാൻ ഐശ്വര്യമുള്ളതാണ്. സോ യൂണിറ്റി ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ബോത്ത് ഗുഡ് ആൻഡ് പ്ലസൻറ്റ്, മോറലി റൈറ്റ് ആൻഡ് ഇമോഷണലി ബ്യൂട്ടിഫുൾ. എല്ലാം കൊണ്ടും നല്ലതും, നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ തോന്നും, വീഡിയോ എടുക്കാൻ തോന്നും. അതുപോലെ ആയിരിക്കും. ഗോഡ് ഡിലൈറ്റ്സ് വെൻ ഹിസ് പീപ്പിൾ വാക്ക് ഇൻ ഹാർമണി. തൻ്റെ ജനം വളരെ ഐക്യതയോടുകൂടെ ജീവിക്കുന്നത് കാണുന്നത് തന്നെ ദൈവത്തിന് ഭയങ്കര ആനന്ദമാണ്. ബിക്കോസ് യൂണിറ്റി റിഫ്ലക്ട്സ് ദ വെരി നേച്ചർ ഓഫ് ട്രിനിറ്റി. എവിടെയെങ്കിലും ഒരു യൂണിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്വഭാവം അത് കാണിക്കുന്നു. ഇന്നലെ നമ്മൾ ധ്യാനിച്ചത് വിശ്വസ്തതയെക്കുറിച്ച്. അവിടെ നമ്മൾ തന്നെ ആ കോർ വാല്യൂ അല്ലെങ്കിൽ ആ ബേസിക് നേച്ചർ വരുന്നത് ദൈവത്തിൽ നിന്നാണ്. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ദ കവനൻറ്റ് ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. അല്ലെങ്കിൽ അവൻ്റെ കവനൻറ്റ് ക്യാരക്ടറാണ് വിശ്വസ്തത. ഇതുപോലെ തന്നെ യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം ദ ട്രിനിറ്റി. ത്രിയേക ദൈവത്തിൻ്റെ അകത്തുള്ള ഒരു യൂണിറ്റി ഉണ്ടല്ലോ, അതിൽ നിന്നാണ് ലോകത്തിലുള്ള എല്ലാവിധ ഐക്യതയും തുടങ്ങുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് വർക്കിംഗ് ആസ് വൺ ഗോഡ് ഹെഡ്. ഒറ്റ ദൈവമുള്ളൂ. ആ ദൈവത്തിനകത്ത് 3 ആളുകളുണ്ട്. ദർ ആർ 3 പേഴ്സൺസ് ഇൻ ദ ഗോഡ് ഹെഡ്. പക്ഷേ യേശു കർത്താവ് പറഞ്ഞു, ഞാനും പിതാവ് ഒന്നാകുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റും ഇല്ല, അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പെർഫെക്റ്റ്ലി we are united. There is a harmony, there is an agreement, there is such a strong bonding. അവർ ഐഡൻറ്റിക്കലായി മാറി, അവർ ഒരുപോലെയുള്ളവരായി മാറി. ജോൺ 17 and verse number 21, യോഹന്നാൻ്റെ സുവിശേഷം 17:21, that all of them may be one, Father, just as you are in me and I am in you,
may they also be in us, so that the world may believe that you have sent me. ഇപ്പം കർത്താവിൻ്റെ പ്രാർത്ഥനയിലെ കാതലായൊരു പ്രാർത്ഥന വിഷയമാണ്. പിതാവേ, ഞാനും നീയും, നീ എന്നിലും ഞാൻ നിന്നിലും എന്നതുപോലെ തന്നെ അവരും ഒന്നായി തീരേണ്ടതിന് തന്നെ. മേ ദേ ഓൾസോ ബി ഇൻ അസ്, അവരും നമ്മിലാകട്ടെ, സോ ദാറ്റ് ദ വേൾഡ് മേ ബിലീവ് ദാറ്റ് യു ഹാവ് സെൻഡ് മീ. എന്നെ നീയാണ് അയച്ചതെന്ന് ഈ ലോകം അറിയാൻ വേണ്ടി എല്ലാവരും ഒന്നായി തീരട്ടെ. അപ്പോൾ അവിടെ ട്രിനിറ്റിയിൽ നിന്നാണ് യൂണിറ്റി തുടങ്ങുന്നത്. ടൈപ്പ് ചെയ്തിടുക. യൂണിറ്റി ഒറിജിനേറ്റ്സ് ഫ്രം ട്രിനിറ്റി. എല്ലാവരും, യൂണിറ്റി ഒറിജിനേറ്റ്സ് ഫ്രം ട്രിനിറ്റി. ടൈപ്പ് ചെയ്യുക. യൂണിറ്റി ഒറിജിനേറ്റ്സ് ഫ്രം ട്രിനിറ്റി. അല്ലെങ്കിൽ ത്രിത്വത്തിൽ നിന്നാണ് ഐക്യത ഉത്ഭവിക്കുന്നത്. ത്രിത്വത്തിൽ നിന്നാണ് ഐക്യത ഉത്ഭവിക്കുന്നത്. വാവ്, ദിസ് ഈസ് സോ പവർഫുൾ, സോ പവർഫുൾ. ഭൂമിയിൽ കാണുന്ന, എവിടെയും കാണുന്ന എല്ലാ ഐക്യതയും തുടങ്ങുന്നത് ത്രിയേക ദൈവത്തിൽ നിന്നാണ്. സോ ജീസസ് പ്രേഡ് ഫോർ യൂണിറ്റി ബിക്കോസ് യൂണിറ്റി ഈസ് ഇവാഞ്ചലിസ്റ്റിക്. ഇറ്റ് കോസസ് ദ വേൾഡ് ടു ബിലീവ്. ഇത് ഈ യേശു ഐക്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം ഐക്യത എന്ന് പറയുന്നത് ഇവാഞ്ചലിസ്റ്റിക്കാണ്, സുവിശേഷപരമാണ്. കാരണം ആ ഐക്യതയിലേക്ക് വരണമെങ്കിൽ ജനം സുവിശേഷം കേൾക്കണം. സുവിശേഷം കേട്ട് കഴിഞ്ഞാൽ ഈ ഐക്യതയിലേക്ക് ജനം വരും, ദൈവവുമായുള്ള ഐക്യതയിലേക്ക് ജനം വരും. സോ ഇറ്റ് കോസസ് ദ വേൾഡ് ടു ബിലീവ്. അങ്ങനെ സുവിശേഷം അറിയിച്ചു കഴിയുമ്പോൾ ലോകം വിശ്വസിക്കാനിടയാവും. ഇറ്റ് ഈസ് വെരി പവർഫുൾ. ഒരിക്കലും ഒരു ക്ലാസ് ടീച്ചർ കുട്ടികളോട് പറഞ്ഞു, നാളെ വരുമ്പോൾ നിങ്ങൾ ഓരോ വടി കൊണ്ടുവരും, ഒരു കോല് കൊണ്ടുവരണമെന്ന്. എല്ലാവരും വിറകിൻ്റെ പീസോ എന്തെങ്കിലും ഒരു കോലുമായിട്ട് വന്നു. ആ ക്ലാസ്സിലെ ഒരു കുട്ടിയെ മുന്നിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞ്, ഈ ഒരു കോലൊന്ന് ഒടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതുപോലൊരു കോല മുട്ടുകാൽ വെച്ച് അവൻ ഒടിച്ചു. ചില കുട്ടികൾക്ക് വെറുതെ ഇങ്ങനെ ഒടിക്കാൻ പറ്റി. ഇനി എല്ലാവരുടെയും വടികൾ കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാവരുടെയും വടികൾ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു. ചില കുട്ടികളുടെ അത് ഒരു കയറ് കൊണ്ട് കെട്ടാൻ പറഞ്ഞു. എല്ലാ വടികളും കൂടി ചേർത്ത് കെട്ടി. എന്നിട്ട് അത് ഒടിക്കാൻ പറഞ്ഞു. ഒടിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാം, ഐക്യമത്യം, മഹാബലം. ചുരുക്കി പറഞ്ഞാൽ ഒറ്റയ്ക്കൊറ്റയ്ക്കാണെങ്കിൽ തകർക്കാൻ ശത്രുവിന് എളുപ്പമാണ്. 5 പേരുണ്ടൊരു വീട്ടിൽ, 5 പേര് 5ആയിട്ട് ജീവിക്കുക, തമ്മിൽ ഒരേക്കതയില്ല. 5 പേര് 5 സഭയിൽ പോകും, 5 പേര് 5 രീതിയിൽ ബൈബിൾ വായിക്കും, 5 സമയത്ത് കയറി 5 സമയത്ത് ഭക്ഷണം കഴിക്കും. എല്ലാവരും അവരവരുടെ വഴിക്ക്. നമ്മൾ അപ്പം തെക്കോട്ട് അമ്മ വടക്കോട്ട് മക്കളൊക്കെ അങ്ങോട്ടൊക്കെ പറഞ്ഞ പോലത്തെ ഒരവസ്ഥ പല കുടുംബങ്ങളിലുള്ളത്. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഐക്യതയില്ലെങ്കിൽ അത് തകർന്നു പോകും. ഏതെങ്കിലും ഒരു ഭവനം തന്നിൽ തന്നെ ഛിദ്രിച്ചിരുന്നാൽ അത് തകർന്നു പോകും. ഏതെങ്കിലും ഒരു രാജ്യം അകത്ത് ഛിദ്രിച്ചിരുന്നാൽ അത് പ്രശ്നമായിപ്പോകും. ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന സംഭവം ഒരുപക്ഷെ നിങ്ങളിത് ചിലരൊക്കെ ഇത് കേൾക്കാൻ പോകുന്നത് ഇറാൻ്റെ പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ടാണ്. പക്ഷേ ജസ്റ്റ് ആൻ എക്സാമ്പിൾ, ഇപ്പോൾ ലൈവായിരിക്കുന്ന കാര്യം, ഈ സമയത്ത് ഇറാൻ്റെ അകത്ത് ആഭ്യന്തര കലാപം നടക്കുകയാണ്. ഈ സമയത്ത് റഷ്യ കണ്ണുവയ്ക്കുന്നു, ചൈന കണ്ണുവയ്ക്കുന്നു, അമേരിക്ക കണ്ണുവയ്ക്കുന്നു. പുറത്തു നിന്നുള്ള ശത്രുക്കൾ അകത്തോട്ട് കയറും. ഇതുപോലൊരു കുടുംബം, ഒരു സഭയ്ക്കകത്ത് ഭിന്നത വരുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, പിളർപ്പുണ്ടാകുമ്പോൾ, ഓ മൈ ഗോഡ്, അതിനകത്തോട്ട് ശത്രുക്കൾ മുഴുവനും ആകർഷിക്കപ്പെടും. ഇത് കയറാൻ പറ്റിയ സമയമാണ്. ആഭ്യന്തര കലാപം നടക്കുമ്പോഴാണ് ആ രാജ്യത്തെ തകർക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സമയം. നമ്പർ 2, യൂണിറ്റി റിലീസസ് ഗോഡ്സ് ബ്ലെസ്സിങ്. ഐക്യതയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ആ സിസ്റ്റത്തിലേക്ക്, കുടുംബമാകാം, സഭയാകാം, എന്തെങ്കിലും ഒരു ഓർഗനൈസേഷനാകും, അതിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വരും. ഇതേ സങ്കീർത്തനം 133 സങ്കീർത്തനം 2-3 വചനങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. സാം 133, 2 and 3. It's like precious oil poured on the head, running down, on the head, running down, on Aaron's beard, down on the collar of his robe. It is as if the dew hermon were falling on Mount Zion, for there the Lord bestows his blessing, even life evermore. സ്ക്രീനിൽ അതിൻ്റെ മലയാളം നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അഹരോൻ എന്ന് വെച്ചാൽ
ആദ്യം പറഞ്ഞു സഹോദരന്മാർ ഉത്തരം വെച്ച് വസിക്കുന്ന എത്ര ശുഭം എത്ര മനോഹരമാണ്. അതിനുശേഷം അത് അഹരോൻ്റെ താടിയിലേക്ക് ഒഴുകുന്ന വിശേഷമായ അഭിഷേക തൈലം പോലെയാണെന്നും അത് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലേക്ക് ഒഴുകുന്നുവെന്നും അതിനുശേഷം അത് ഹെർമോന്യമഞ്ഞ് പോലെ, ഇല്ല, സിയോൻ പർവ്വതത്തിൽ പെയ്തിറങ്ങുന്ന ഹെർമോന്യമഞ്ഞ് പോലെയാണെന്നും അവിടെ ദൈവം തൻ്റെ അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു. സോ എവിടെയാണ് അനുഗ്രഹം വരുന്നത്? ഐക്യതയുള്ള സ്ഥലത്ത്. പ്രാർത്ഥിച്ച എല്ലാവരും വീടുകളിൽ ഐക്യത ഉണ്ടാകാൻ, സഭകളിൽ ഐക്യത ഉണ്ടാകാൻ, നമ്മുടെ നാട്ടിൽ ഐക്യത ഉണ്ടാകാൻ എന്ന് പ്രാർത്ഥിച്ച് അത് ഇറ്റ് വിൽ അട്രാക്ട് ഗോഡ്സ് ബ്ലെസ്സിങ്. നിത്യജീവൻ വരെ പറഞ്ഞിട്ടുണ്ട്. ഈവൻ ലൈഫ് എവർ മോർ, നിത്യജീവൻ, ശാശ്വതമായ ജീവൻ വരെ അവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഗോഡ് കമാൻഡ്സ് ബ്ലെസ്സിങ് വേർ യൂണിറ്റി എക്സിസ്റ്റ്. എവിടെ ഐക്യത നിലനിൽക്കുന്നു അവിടെ ദൈവം അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു. അവിടെ അനുഗ്രഹം ഉണ്ടാവും. യൂണിറ്റി ക്രിയേറ്റ്സ് ആൻ എൻവയൺമെൻറ്റ് വെയർ ഹെവൻ ഈസ് ആക്ടിവേറ്റഡ്. അതായത് ഐക്യത വന്നു കഴിയുമ്പോൾ സ്വർഗം പെട്ടെന്ന് പ്രവർത്തന നിരതമാകും. എനിക്കൊന്ന് കഴിഞ്ഞ ട്രിവാൻഡ്രം ന്യൂ ഇയർ ബ്ലെസ്സിങ്ങിലും അതിനുശേഷം എനിക്കൊന്ന് നമ്മുടെ ഏതോ ശുശ്രൂഷകരുടെ മീറ്റിങ്ങിലൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഈ യൂണിറ്റി വന്നു കഴിയുമ്പോൾ അഭിഷേകത്തിൻ്റെ വലിയ ഒഴുക്കുണ്ടാവും. അപ്പോൾ ഈ പെൻസക്കോള റിവൈവൽ 1990കളിൽ ഫ്ലോറിഡയിലെ ഈ പെൻസക്കോള എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന സമയത്ത് അതിന് തൊട്ടു മുമ്പുള്ള സമയങ്ങളിൽ ടോപ്പ് ലീഡർഷിപ്പിലുള്ള ശുശ്രൂഷകരെല്ലാം കൂടി ഒരുമിച്ച് കൂടി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമ ചോദിച്ച് മാപ്പ് പറഞ്ഞ് അവരെല്ലാം തമ്മിൽ റെക്കൺസൈൽഡായി, നിരപ്പ് പ്രാപിച്ചു. അങ്ങനെ ടോപ്പ് ലീഡർഷിപ്പിൽ ഭയങ്കരമായ എങ്ങനെ പറയേണ്ടത്, ഒരു നിരപ്പ് പ്രാപിച്ച ആ സമയത്താണ് പെട്ടെന്ന് റിവൈവൽ പൊട്ടിപ്പുറപ്പെടുന്നത്. ഈ റിവൈവൽ പൊട്ടിപ്പുറപ്പെടുന്നതോടുകൂടെ പിന്നെ പിടിച്ചിട്ട് കിട്ടുന്നില്ല. സ്വർഗം ഒഴുകുകയാണ്, അഭിഷേകം ഒഴുകുകയാണ്, തൈലം ഒഴുകുകയാണ്, മിറക്കിൾസ്, ഹീലിങ്സ്. ഏതാനും വർഷങ്ങൾക്കകം ഏകദേശം എനിക്ക് തോന്നുന്നു 4.5 മില്യൺ, ഒരു 45 ലക്ഷം ജനമാണ് ആ സഭാ ഹാളിനകത്ത് വന്ന് അനുഗ്രഹം പ്രാപിച്ചു പോയത്, രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതുമെല്ലാം. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതൊരു അസംബ്ലി ഓഫ് ഗോഡ് എന്ന ഓർഗനൈസേഷൻ്റെ കീഴിൽ വരുന്നൊരു സഭയായിരുന്നു. അതിൻ്റെ അതോറിറ്റിയിൽ നിന്ന് തന്നെ പ്രശ്നങ്ങളുണ്ടായി. ഭയങ്കരമായ ഡിസഗ്രിമെൻസും ഇതിനെതിരെയുള്ള ക്രിറ്റിസിസവും പ്രശ്നങ്ങളും തുടങ്ങി. അവസാനം ആ ഉണർവ് കെട്ടുപോയി. യൂണിറ്റി എന്ന് വരെ ഉണ്ടായിരുന്നു, അന്ന് വരെ ഉണർവ് മുന്നിലേക്ക് പോയി. യൂണിറ്റി പോയ സമയത്ത് ഉണർവ് കിട്ടും. മൂന്നാമത് കുറിച്ച് വെക്കുക, യൂണിറ്റി ഈസ് എ സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി. ഇത് ഐക്യത എന്ന് പറയുന്നത് ആത്മീയ ഉത്തരവാദിത്വമാണ്. ഞാനൊരു വചനം തന്നോട്ടെ, എഫീസ് ലേഖനം 4:3. ബൈ ദ വേ, ഞാൻ ഈ പറയുന്ന വചനങ്ങൾ ആരെങ്കിലുമൊക്കെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടണം. നിങ്ങളുടെ മൊബൈൽ ആപ്പിൽ നിന്ന് കോപ്പി ചെയ്തിടുക, ഇംഗ്ലീഷിലിടുക, മലയാളത്തിലിടുക, ഹിന്ദിയിലിടുക, നോ പ്രോബ്ലം. നന്നായിട്ട് ടൈപ്പ് ചെയ്യുന്നവർ ഇതിൻ്റെ ഫുൾ നോട്ട്സ് ടൈപ്പ് ചെയ്തിടണം. എഫീസ് ലേഖനം 4:3, എഫീഷ്യൻസ് 4:3. മേക്ക് എവ്രി എഫേർട്ട് ടു കീപ് ദ യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ് ത്രൂ ദ ബോണ്ട് ഓഫ് പീസ്. മേക്ക് എവ്രി എഫേർട്ട് to keep the unity of the spirit through the bond of peace. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിപ്പിൻ, അങ്ങനെ എന്തോണ് മലയാളം. അപ്പോൾ അതൊരു കൽപ്പനയാണ്. യൂണിറ്റി ഈസ് എ സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഒരു ചർച്ചിനകത്ത് നിൽക്കുന്ന എല്ലാവരും ചിന്തിക്കണം, ദേവദാസൻ ഉൾപ്പെടെ ബാക്കിയുള്ളവരും കൂട്ടായ്മക്കകത്തുള്ളവരും എല്ലാവരും തീരുമാനിക്കണം, ഇതിനകത്ത് ഐക്യത കൊണ്ടുവരാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞാനായിട്ട് ഐക്യത കെടുത്തരുത്, അനൈക്യത കൊണ്ടുവരരുത് എന്ന് അവരവർ തീരുമാനിക്കണം. സോ യൂണിറ്റി മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ്. ഈ ആത്മാവിൻ്റെ ഐക്യത നിലനിർത്തണം. അതിന് ഞാൻ ഉത്തരവാദിയാണ്, നിങ്ങൾ ഉത്തരവാദിയാണ്, എല്ലാവരും ഉത്തരവാദികളാണ്. ഇറ്റ് ഡസ് നോട്ട് ഹാപ്പൻ ഓട്ടോമാറ്റിക്കലി. ഒരിക്കലും ചിന്തിക്കരുത് പ്രാർത്ഥിച്ചു ആരാധിച്ചു ഇങ്ങനെ പോയാൽ ഐക്യത ഉണ്ടാവും. നോ, ഇറ്റ് റിക്വയർസ് എ ഡെലിബറേറ്റ് എഫേർട്ട്. പ്രൈഡ്, offense, jealousy and unforgiveness attack unity. ഈ യൂണിറ്റി തകർക്കുന്ന ബോംബുകൾ ഏതൊക്കെയാണ്? ഒന്ന്, അഹങ്കാരം, ഈഗോ, ഒഫൻസ്, ഇടർച്ചകൾ വരും. ഒരാൾക്ക് ഒരാളോടൊക്കെ ഇടർച്ച വരും. ജലസി, അസൂയ വന്നാൽ ഐക്യത പോവും.
ആൻഡ് അൺഫോർഗിവ്നെസ്, ക്ഷമിക്കാത്ത സ്വഭാവം വന്നാൽ, ഞാൻ ഒരാളോട് ക്ഷമിക്കുന്നില്ല, അയക്കത് പോയി. റോമൻസ് 12:18, റോമലേഖനം 12:18, if it is possible, as far as it depends on you, live at peace with everyone. സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനം ആചരിക്കുവിൻ. ചില കാര്യങ്ങൾ നമുക്ക് സാധിക്കില്ല, കാരണം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മുടെ ഭാഗത്ത് ഒന്നും ചെയ്യാനില്ല. ഇനി ചിലർക്ക് കണ്ടിട്ടില്ലേ, എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായി ചെന്ന് മാപ്പ് പറയുന്നു, എഴുത്തെഴുതുന്നു, വാട്സപ്പ് മെസ്സേജ് അയക്കുന്നു, ഇമെയിൽ അയക്കുന്നു, ഫോണിൽ വിളിച്ച് പറയുന്നു, നേരിച്ചെന്ന് പറയുന്നു. പക്ഷെ അവർ ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു, എന്നോട് ഇനി സംസാരിക്കേണ്ട, ഈ പേര് പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട, നമുക്കിനി ഒന്നും ചെയ്യാനില്ല, പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റൂ. പക്ഷേ പറ്റുന്നിടത്തോളം ആളുകളോട് ക്ഷമ ചോദിച്ച് നമ്മുടെ പാർട്ടിൽ നിന്നുള്ളത് ചെയ്തു വയ്ക്കുക. ഇത്രേ ചെയ്യാൻ പറ്റും. യൂണിറ്റി റിക്വയർസ് ഹ്യൂമിലിറ്റി ആൻഡ് ഇൻറ്റൻഷണൽ എഫേർട്ട്. ഐക്യത വരണമെങ്കിൽ എന്ത് ചെയ്യണം? വളരെ താഴ്മയുണ്ടായിരിക്കണം, മാത്രമല്ല മനഃപൂർവമായ ഒരു പ്രയത്നം ആവശ്യമാണ്. എഴുതി വെക്കുക. നമ്പർ 4, ഡിവിഷൻ ഈസ് സേറ്റൻസ് സ്ട്രാറ്റജി. ഈ ഐക്യതയില്ലായ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിഭാഗീയത എന്ന് പറയുന്നത്, ഭിന്നത എന്ന് പറയുന്നത് സാത്താൻ്റെ തന്ത്രമാണ്. വ്യക്തമായി മനസ്സിലാക്കണം. ഒരിക്കലും ദൈവത്തിൽ നിന്നും സ്പ്ലിറ്റ് ഉണ്ടാവില്ല, ഡിവിഷൻ ഉണ്ടാവില്ല. ഈ ദൈവത്തെ നല്ല മര്യാദക്ക് ആരാധിച്ചുകൊണ്ടിരുന്ന ഒത്തിരി ദൂതന്മാരെ ഈ സാത്താനാണ് വഴിതെറ്റിച്ച് മത്സരിപ്പിച്ച് തന്നോടൊപ്പം വീഴ്ത്തിയത്. 1 Corinthians 1:10, 1 Corinthians 1:10. I appeal to you, brothers and sisters. സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എന്താണ്? In the name of our Lord Jesus Christ, that all of you agree with one another in what you say, and that there be no divisions among you. നിങ്ങൾ തമ്മിൽ ഭയങ്കരമായ ഐക്യത ഉള്ളവരായിരിക്കണം. ഓക്കെ? അങ്ങനെ ദ്വന്ദ്വപക്ഷങ്ങൾ, ഭിന്നത ഒഴിവാക്കണം. But that you be perfectly united in mind and thought. നിങ്ങൾ മനസ്സിലും, മൈൻഡ്, തോട്ട്, ചിന്തകളിലും വികാരങ്ങളിലുമെല്ലാം വളരെ സമ്പൂർണതയോടുകൂടെ നിങ്ങൾ ഐക്യത ഉള്ളവരായിട്ട് വേണം മുന്നിലേക്ക് ജീവിക്കാൻ. Satan knows he cannot destroy the church by force. ബലം പ്രയോഗിച്ച്, അധികാരം ഉപയോഗിച്ചൊന്നും ഒരു സഭയെ തകർക്കാൻ പിശാചിന് സാധ്യമല്ല. കാരണം പാതാള ഗോപുരങ്ങൾ ജയിക്കുവാൻ പോലും കഴിയാത്തതാണ് സഭയുടെ അധികാരം. എന്നാൽ ബട്ട് ഹി ട്രൈസ് ടു ഡിവൈഡ് ഇറ്റ്. അങ്ങനെ തകർക്കാൻ പറ്റാത്തതുകൊണ്ട് പതുക്കെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് സഭയുടെ അകത്ത് പിളർപ്പുണ്ടാക്കാൻ, അല്ലെങ്കിൽ കുടുംബങ്ങളുടെ അകത്ത്, രാജ്യങ്ങളുടെ അകത്ത് പിളർപ്പുണ്ടാക്കാൻ അവൻ ശ്രമിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 3:24-25 വായിച്ചു നോക്കിയേ. മാർക്ക് 3:24-25. If a kingdom is divided against itself, that kingdom cannot stand. If a house is divided against itself, that house cannot stand. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ഒരു രാജ്യം അതിനകത്ത് തന്നെ ഛിദ്രിച്ചിരുന്നാൽ അതിന് നിലനിൽപ്പില്ല. ഒരു ഭവനവും അതിനകത്ത് വിഘടിച്ചിരുന്നാൽ അതിന് നിലനിൽപ്പില്ല. നമ്പർ 5, യൂണിറ്റി മേക്സ് ദ ചർച്ച് പവർഫുൾ. ഐക്യതയാണ് സഭയെ ശക്തിയുള്ളതാക്കി തീർക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 4:32, Acts 4:32. All the believers were one in heart and mind. എല്ലാ വിശ്വാസികളും ഹൃദയത്തിലും മനസ്സിലും ഐക്യതയുള്ളവരായിരുന്നു. So no one claimed that any of their possessions was their own. ആരും ഒരു കാര്യവും സ്വന്തമായിട്ട് കണക്കാക്കിയില്ല. ബട്ട് ദേ ഷെയർഡ് എവറിത്തിങ് ദേ ഹാഡ്. ഉള്ളതെല്ലാം അവർ ഷെയർ ചെയ്തു. സോ യൂണിറ്റി പ്രൊഡ്യൂസ്ഡ് ജനറോസിറ്റി, മിറക്കിൾസ് ആൻഡ് റിവൈവൽ ഇൻ ദ ഏർലി ചർച്ച്. അങ്ങനെ ഐക്യതയാണ് ആദിമ ക്രൈസ്തവ സഭയിൽ ഉദാരമനസ്കത, ജനറോസിറ്റി, അതുപോലെ അത്ഭുതങ്ങൾ, ഉണർവ്, ഇതെല്ലാം കൊണ്ടുവന്നത്. ഒരു കൊയർ എടുക്കുക. ആ കൊയറിലെ എല്ലാ ആളുകളും കൂടെ വലിയ വായിൽ പാടിയതുകൊണ്ട് അത് കേൾക്കാൻ കൊള്ളാവുന്ന പാട്ടാകുകയില്ല. പക്ഷെ അവിടെ ഒരു ഹാർമണി കൊണ്ടുവരുമ്പോഴാണ് ചിലർ പാർട്സ് പാടും, അല്ലേ? എല്ലാവരും ചേർന്ന് മെലോഡിയസ് ആയിട്ടുള്ളൊരു സിങ്ക്രണൈസേഷൻ, ഹാർമണിയും വരുമ്പോഴാണ് ആ പാട്ട് കേൾക്കാൻ ഭയങ്കരമായ
കൊതി എല്ലാവർക്കും ഉണ്ടാകുന്നത്. നമ്പർ 6, യൂണിറ്റി പ്രൊട്ടക്ട്സ് ഗോഡ്സ് വർക്ക്. 6 വരുന്ന ഇതാണ്, ദൈവവേലയെ സംരക്ഷിക്കുന്നത് ഐക്യതയാണ്. എക്ലീസിയാസ്റ്റസ് 4:12, സഭാപ്രസംഗി 4:12. Though one may be overpowered, two can defend themselves. A cord of 3 strands is not quickly broken. അവിടെ പറയുന്നത് ഈ 2 പേർ ഒരുമിച്ച് നടക്കുന്ന കാര്യമൊക്കെയാണ് അവിടെ പറഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ ഒരുവനേക്കാൾ 2 ഏറെ നല്ലത്. ഒരാളെ ആരെങ്കിലും ആക്രമിച്ചാൽ മറ്റേ ആൾക്ക് ചെറുത്ത് നിൽക്കാൻ കഴിയും എന്ന് മാത്രമല്ല, മുപ്പിരിച്ചരുടെ വേഗത്തിൽ അറ്റുപോകുകയില്ല. വിവാഹവേദികളിലൊക്കെ കേൾക്കുന്ന, കല്യാണ ശുശ്രൂഷയിലൊക്കെ കേൾക്കുന്നൊരു വചനമാണ്. പക്ഷെ അതിനുവേണ്ടി മാത്രമല്ല, എവിടെയും മുപ്പിരിച്ചരടെന്ന് പറഞ്ഞാൽ 3 സ്ട്രാൻഡുകൾ ഒരുമിച്ച് കൂട്ടിപ്പിരിച്ചാൽ പെട്ടെന്ന് പൊട്ടിക്കാൻ സാധ്യമല്ല. എന്നാൽ അതിനകത്തുള്ള സ്ട്രാൻഡുകൾ എടുത്താൽ പെട്ടെന്ന് പൊട്ടിക്കാം. സോ യൂണിറ്റി മേക്സ് ഗോഡ്സ് പീപ്പിൾ സ്പിരിച്വലി റെസീലിയൻറ്റ്. ദൈവജനം ഒരുമിച്ച് നിന്നാൽ, ഐക്യതയോടുകൂടി നിന്നാൽ ഏത് ആക്രമണത്തെയും ചെറുക്കുവാൻ കഴിയും. ഞാൻ നിങ്ങൾക്കൊട്ട് പ്രാർത്ഥിക്കാൻ പോവാം. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സഭയിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ എല്ലാവരുടെയും സഭയിൽ, നിങ്ങളായിരിക്കുന്ന കമ്പനിയിൽ, നിങ്ങൾ നടത്തുന്ന ബിസിനസ് സ്ഥാപനത്തിലൊക്കെ ഒരു യൂണിറ്റി ഉണ്ടാകട്ടെ. കൈനീട്ട് കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭവനങ്ങളിലും, ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലും സഭകളിലൊക്കെ യൂണിറ്റി ഉണ്ടാകാൻ വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ ബ്ലസ് ചെയ്യുന്നു. എല്ലാവർക്കും അവരവരായി ഉത്തരവാദിത്തമുണ്ടെന്നുള്ള ബോധ്യം കൊടുക്കണമേ. രോഗികൾക്കായി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കും. ഈ കരളിന് പ്രയാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൈവെക്കുക യേശുവിൻ്റെ നാമത്തിൽ. ഫാറ്റ് ലിവർ മുതൽ ലിവർ സിറോസിസ് വരെ എന്തെല്ലാം പ്രയാസങ്ങൾ കരളുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നികളിൽ സൗഖ്യം നടക്കട്ടെ, പാൻക്രിയസ് സൗഖ്യമാകട്ടെ, അപ്പൻഡിക്സിൽ സൗഖ്യം നടക്കട്ടെ, ഇൻഡസ്റ്റൈനിൽ സൗഖ്യമുണ്ടാകട്ടെ, യൂട്രസിൽ സൗഖ്യമുണ്ടാകട്ടെ, ഓവറീസിൽ സൗഖ്യമുണ്ടാകട്ടെ, യൂറിനറി ബ്ലാഡറിൽ സൗഖ്യമുണ്ടാകട്ടെ. ഉദരസംബന്ധമായ രോഗങ്ങൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സ്കിൻ ഡിസീസുകൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഈ മെൻ്റലി ഭയങ്കരമായി ബ്രോക്കൺ ആയിരിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ തൊടുകയാണ്. എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് ഓർഡർ ആകുമെന്ന് തോന്നിപ്പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള അവസ്ഥകൾക്കൊരു വലിയ വിടുതൽ ഇപ്പോൾ കൽപ്പിക്കുന്നു. എന്താവശ്യമാണ് കൈനീട്ടി പിടിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഒരു വിടുതൽ ഇപ്പോൾ കൽപ്പിച്ചിരിക്കുന്നു. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വീഡിയോയുടെ ലിങ്കുകൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഫുൾ നോട്ട്സ് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. സീ ടുമോറോ. ബൈ.